ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആക്ടിവിറ്റീസ് ആണ്. നോക്കാം. ആക്ടിവിറ്റി 1. ഇവിടെ താഴെ കാണുന്ന റീമിംഗ് വേർഡ്സ് കണ്ടെത്തി ഓരോ ജോഡിക്കും ഒരേ നിറം നൽകുക എന്നാണ് കൊടുത്തിട്ടുള്ളത്. റീമിംഗ് വേർഡ്സ് എന്നാൽ ഉച്ചരിക്കുമ്പോൾ ഒരേ സ്വരത്തിൽ വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഫ്രൗൺ എന്ന് കണ്ടോ? അതിന് മാച്ച് ആവുന്നത് ഏതാ? അണ്ടർസ്റ്റാൻഡ് ആണോ, ഡൗൺ ആണോ, ഗോൾഡ് ആണോ? ഫ്രൗൺ എന്ന് പറയുമ്പോൾ അതിന് മാച്ചായി വരുന്നത് ഏതാ? ഡൗൺ. ഓക്കെ, ഫ്രൗൺ, ഡൗൺ. ഹോൾഡ് എന്നുണ്ട്. ഹോൾഡിന് ഏതാ മാച്ച് ആവുന്നത്? ഗോൾഡ്. ഓക്കെ, ഹാൻഡ്, അണ്ടർസ്റ്റാൻഡ്. അതിനെയാണ് റീമിംഗ് വേർഡ്സ് എന്ന് പറയാം. അതിലേക്ക് ഇങ്ങനെ കളർ കൊടുക്കാനാണ് പറയുന്നത്. നിങ്ങൾ കൊടുക്കൂലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി 2. ഇവിടെ ഒരു കവിതയുണ്ട്. ഇത് പകുതി വെച്ച് നിർത്തിയിട്ടാണ് ഉള്ളത്. ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഈ ബോക്സിൽ കുറേ ക്ലൂ കണ്ടോ? ഈ ക്ലൂ എടുത്തിട്ട് ആ കവിത ഫില്ലപ്പാക്കാനാണ് പറയുന്നത്. നോക്കാം. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ഫ്ലട്ടറിങ് ഇൻ ദി ഗാർഡൻ. എൻ്റെ സുഹൃത്ത് പൂന്തോട്ടത്തിൽ പറക്കുന്ന ചിത്രശലഭത്തെ പോലെയാണ്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീകോക്ക് ഡാൻസിങ് ഇൻ ദ വുഡ്സ്. എൻ്റെ സുഹൃത്ത് കാട്ടിൽ നൃത്തം ചെയ്യുന്ന മയിലിനെ പോലെയാണ്. ഇനി ഇതിൻ്റെ ബാക്കി എന്താ? ഇതിൻ്റെ ബാക്കി കണ്ടോ? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ സ്റ്റാർ ഷൈനിങ് ഇൻ ദ സ്കൈ. എൻ്റെ സുഹൃത്ത് ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെയാണ്. ഇത് കണ്ടോ? ഇങ്ങനെ ഫില്ലപ്പാക്കിയാൽ മതി. ഇനി ഇതിൽ ഒരെണ്ണം കൂടിയുണ്ട്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ ബ്ലൂമിങ് ഇൻ ദി ഗാർഡൻ. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 3. ലെറ്റ്സ് ഡിസ്കസ്. ഇത് നമുക്ക് ചർച്ച ചെയ്യാം എന്നാണുള്ളത്. വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം? നിങ്ങളുടെ അമ്മ വീട്ടിൽ എന്താണ് ചെയ്യുന്നത്? അമ്മ എന്തൊക്കെ ചെയ്യും? വീട്ടിലെ പണികളൊക്കെ അമ്മയായിരിക്കും ചെയ്യുക, അല്ലേ? വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം? നിങ്ങളുടെ അച്ഛൻ വീട്ടിൽ എന്താണ് ചെയ്യുന്നത്? എന്താ ചെയ്യാറ്? ഇതൊക്കെ നിങ്ങളോട് ടീച്ചർ ചോദിക്കും. ഇതൊരു ചോദ്യമല്ല കേട്ടോ, ഇത് ടീച്ചർ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി. ഡു യു ഹെൽപ്പ് യുവർ പാരൻസ്? ഹൗ? നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സഹായിക്കുമോ? എങ്ങനെ? നിങ്ങൾ എന്തെങ്കിലും സഹായിക്കാറുണ്ടോ? വീട്ടിലെന്തെങ്കിലും സഹായിക്കാറുണ്ടോ? അവർക്ക് എന്തെങ്കിലും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി 4. റൈറ്റ് സഷാസ് തോട്ട്സ്. സഷയുടെ ചിന്തകൾ എഴുതുക. സഷ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ, ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് അക്സെപ്റ്റിംഗ് ഇറ്റ്. വാട്ട് കുഡ് ബി സഷാസ് ഫീലിംഗ്? സഷ ആ പെൺകുട്ടിക്ക് ഒരു ഉണ്ണിയപ്പം കൊടുത്തപ്പോൾ അവൾ വാങ്ങാതെ പോയില്ലേ? അപ്പോൾ സഷക്കുണ്ടാവുന്ന ഫീലിങ്സ് എന്താണാ ചോദിച്ചേ? എന്തായിരിക്കും? നിങ്ങളെല്ലാവരും റഫ് ബുക്ക് എടുക്കണേ. ഇനി ഞാൻ പറയാം, ഇത് നിങ്ങൾ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അവളുടെ മനസ്സിൽ എന്തായിരിക്കും? വേർ ഡിഡ് ഷീ റൺ അവേ ടു? അവൾ എങ്ങോട്ടാണ് ഓടിപ്പോയത്? വേർ ഡിഡ് ഷീ റൺ അവേ ടു? അവൾ എങ്ങോട്ടാണ് ഓടിപ്പോയത്? ഷീ മേ നോട്ട് ലൈക്ക് ഉണ്ണിയപ്പം. അവൾക്ക് ഉണ്ണിയപ്പം ഇഷ്ടമുണ്ടാവില്ലേ? ദെൻ വൈ ഡിഡ് ഷീ കം ഹിയർ? പിന്നെ എന്തിനാണ് അവൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചിന്തിക്കൂലേ? പുവർ ഗേൾ, പാവം പെണ്ണ് എന്ന് ചിന്തിക്കുമല്ലേ? ഹൗ ക്യാൻ ഐ സീ ഹെർ അഗെയിൻ? ഹൗ ക്യാൻ ഐ സീ ഹെർ അഗെയിൻ? ഞാൻ ഇനി എങ്ങനെയാണ് അവളെ വീണ്ടും കാണുക? ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുക. ഇനി നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത് അത് എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി 5. സഷ ടോൾഡ് അനു ടീച്ചർ അബൌട്ട് കവിത. സഷ അനു ടീച്ചറോട് കവിതയുടെ കാര്യം പറഞ്ഞു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സഷ ആൻഡ് ഹെർ ടീച്ചർ. സഷയും അവളുടെ ടീച്ചറും തമ്മിലുള്ള സംഭാഷണം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടീച്ചർ, ഓൺ ഓർ വേ ഹോം വി സോ എ ഗേൾ. ടീച്ചർ, ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയിൽ ഒരു പെൺകുട്ടിയെ കണ്ടു.
എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി എന്തായിരിക്കും? ടീച്ചർക്ക് ഏതാ പെണ്ണ് എന്നറിയില്ലല്ലോ. അപ്പോൾ ടീച്ചർ എന്തായിരിക്കും ചോദിക്കുക? നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ തന്നെ എഴുതണേ. നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത് നോക്കിയാൽ മതി. ഇത് ഏറ്റവും സിമ്പിളാണ് കേട്ടോ. ടീച്ചർ എന്താ ചോദിക്കുക? വിച്ച് ഗേൾ, ഏതാ പെണ്ണ്? ടീച്ചർക്ക് അറിയില്ലല്ലോ ആരാന്ന്. വിച്ച് ഗേൾ. അപ്പോൾ സശ എന്തായിരിക്കും പറയുക? ഹെർ നെയിം ഈസ് കവിത. ഷീ ലൈക്ക് ടു ക്യാമ്പ് സ്കൂൾ. അവളുടെ പേര് കവിത എന്നാണ്. അവൾക്ക് സ്കൂളിലേക്ക് വരാൻ താല്പര്യമുണ്ട്, ഇഷ്ടമാണ് എന്ന് പറയുമല്ലേ. അപ്പോൾ ടീച്ചർ എന്തായിരിക്കും പറയുക? നൗ ടെൽ ഹെർ ടു കം ടു സ്കൂൾ. എന്നാൽ അവളോട് സ്കൂളിലേക്ക് വരാൻ പറ. അപ്പോൾ ഓക്കെ ടീച്ചർ, താങ്ക് യു എന്ന് ശശ പറയും. ഇത് വളരെ സിമ്പിളാട്ടോ. നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി 6. മിസ്സിസ് അനുപമ സ്റ്റാർട്ടഡ് മെസ്സേജിങ് ദ ഹെഡ് മാസ്റ്റർ. സെലക്ട് സൂറ്റബിൾ ഡയലോഗ്സ് ആൻഡ് ഫിൽ അപ്പ് ദി ചാറ്റ് ബോക്സ്. കവിതയുടെ കാര്യം പറഞ്ഞ് അനുപമ ടീച്ചർ ഹെഡ് മാസ്റ്ററിന് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഇവിടെ മേലെ കുറേ ഡയലോഗ് ഉണ്ടോ? ഇത് അനുയോജ്യമായ സ്ഥലത്ത് ഫില്ലപ്പാക്കാനാണ് പറയുന്നത്. നോക്കാം. ഹലോ സർ എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? ഹായ് അനുപമ ടീച്ചർ, ടുഡേ 2 ഓഫ് അവർ സ്റ്റുഡൻറ്റ് came ടു മീ. ഇന്ന് നമ്മളുടെ കുട്ടികളിൽ 2 പേർ എൻ്റെ അടുത്ത് വന്നു. ഹു ആർ ദേ? ആരാണവർ? സശ ആൻഡ് നവീൻ. വൈ ഡിഡ് ദേ കം? അവരെന്തിനാണ് വന്നത്? ദേ വാണ്ടഡ് ടു അഡ്മിറ്റ് എ ഗേൾ ടു അവർ സ്കൂൾ. ഓ, നോ ഇഷ്യൂ, വി ഷാൽ ഡു ഇറ്റ്. ഓക്കെ താങ്ക്സ്. അതവിടെ ഉണ്ട്. ഇത്ര ഫില്ലപ്പാക്കിയാൽ മതി. ഓക്കെ, സിമ്പിളാണ്. അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 7. ഇവിടെ 6 പിക്ചർ കണ്ടോ? ഇതിൽ കാരുണ്യ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട പിക്ചറിന് നേരെ ടിക്ക് മാർക്ക് ഇടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേതൊക്കെയാ കാരുണ്യ പ്രവർത്തനം? ഒന്നാമത്തത് നോക്കാം. ഒരു പ്രായമുള്ള ഒരാളെ ഒരു കുട്ടി റോഡ് ക്രോസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതെന്താണ്? അത് കാരുണ്യ പ്രവൃത്തിയാണ്. രണ്ടാമത്തതോ? ഒരു കുട്ടി സൈക്കിളിൽ പോകുന്നുണ്ട്. അത് കാരുണ്യ പ്രവൃത്തിയാണോ? അല്ല. മൂന്നാമത്തതോ? അതുമല്ല. നാലാമത്തതോ? ഒരാൾ TV കാണുന്നുണ്ട്. അത് കാരുണ്യ പ്രവൃത്തിയാണോ? അല്ല. അഞ്ചാമത്തത്? അത് കാരുണ്യ പ്രവൃത്തിയാണ്. ഓക്കെ. ആറാമത്തതോ? അതിന് നേരെ ടിക്ക് മാർക്ക് ഇടാനാണ് പറയുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇങ്ങനെ ടിക്ക് മാർക്ക് ഇട്ടാൽ മതി. ഒന്നാമത്തത് ശരിയാണ്, അഞ്ചാമത്തത് ശരിയാണ്, ആറാമത്തത് ശരിയാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 8. സം ഇവൻറ്റ്സ് ഓഫ് ദി സ്റ്റോറി ആർ ഗിവൻ ബിലോ. റൈറ്റ് ദം ഇൻ ഓർഡർ. നമ്മളുടെ ഈ കഥയില്ലേ, ഇതിലെ ചില സംഭവങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അത് ക്രമീകരിച്ച് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത് ഓർഡർ വൈസിൽ എഴുതണം. ആദ്യമേതാ അവസാനമേതാ? ഇതിൽ ആദ്യമേതാ വരിക? നോക്കാം. ഇതിലാദ്യം വരിക നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ ഡോർ. സെക്കൻഡ്, സശ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. തേർഡ്, കവിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യംഗർ ബ്രദർ. ഫോർത്ത്, സശ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. ലാസ്റ്റ്, ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സശ ആൻഡ് നവീൻ. ഇങ്ങനെ വരിക. ഓക്കെ, നിങ്ങൾക്ക് ചോദ്യോത്തരവുമായി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി 9. ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. ഇത് നിങ്ങൾക്ക് എക്സാമിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ചിത്രം കണ്ടോ? ഇത് നോക്കി ഇതിൻ്റെ രംഗം വിവരിക്കുക എന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ എഴുതി കാണിച്ചാൽ നിങ്ങളത് തന്നെ നോക്കി എഴുതും. ഞാൻ പറഞ്ഞു തരാം, നിങ്ങളതുപോലെ എഴുതിയാൽ മതി. ഇത് എക്സാമിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണുന്നത്? കവിതയുണ്ട്. കവിതയുടെ അമ്മ കുക്കിംഗ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു നായുണ്ട്, ഒരു പൂച്ചയുണ്ട്, അവിടെ ഒരു മരത്തിൽ തൊട്ടിലുണ്ട്, അവിടെ ഒരു ടെൻറ്റ് കണ്ടോ? ടെൻറ്റ് എന്ന് പറഞ്ഞാൽ വീട് പോലത്തെ ഒരു സംഭവമാണ്. ഓക്കെ, ഇതിനെങ്ങനെ വാക്കുകളിലായി എഴുതും? ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ നോട്ട് ചെയ്യണേ.
Kabita's mother is cooking and Kabita is standing near her mother. Her younger brother is sleeping in the cradle. A dog is standing near Kabita. There is a small tent in the picture. Two birds are flying in the sky. And a cat sitting near to mother. ഓക്കെ, ഇത് നിങ്ങൾ തന്നെ എഴുതൂലേ? ആക്ടിവിറ്റി 10. ഇവിടെ 3 ഇമോജീസ് കണ്ടോ? അതിൻ്റെ താഴെ 3 വാക്കുകൾ കണ്ടോ? ആ സെൻറ്റൻസിന് മാച്ച് ആവുന്ന ഇമോജീസ് കൊടുക്കാനാണ് പറഞ്ഞ്. നോക്കാം. കബിത വാസ് സർപ്രൈസ് ടു റിസീവ് ദ ബുക്ക് ഫ്രം സഷ. സഷയിൽ നിന്ന് കഥാപുസ്തകം ലഭിച്ചപ്പോൾ കവിത അത്ഭുതപ്പെട്ടു. ഇതിൽ അത്ഭുതം എന്ന് സൂചിപ്പിക്കുന്ന ഇമോജി ഏതാ? സി ആണ്. ഓക്കെ, ഒന്നാമത്തത് സി. സഷ ആൻഡ് നവീൻ became happy when the headmaster congratulated them. ഹെഡ്മാസ്റ്റർ കൺഗ്രാജുലേഷൻ ചെയ്തപ്പോൾ സഷയും നവീനും ഹാപ്പിയായി. ഹാപ്പി ആവുന്ന ഇമോജി ഏതാ? എ. അപ്പോൾ രണ്ടാമത്തത് എ. സഷ saw the girl in a torn dress. She became sad. കീറിയ വസ്ത്രം ധരിച്ച പെൺകുട്ടിയെ കണ്ടപ്പോൾ സഷയ്ക്ക് സങ്കടം തോന്നി. ഇതിൽ സങ്കടം തോന്നുന്ന ഇമോജി ഏതാ? ബി. ഞാനിവിടെ കാണിക്കാം. ഇത് കണ്ടോ? ഒന്നാമത്തത് സി, രണ്ടാമത്തത് എ, മൂന്നാമത്തത് ബി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി 11. ഇവിടെ പസിൽ കണ്ടോ? ഇത് ഫില്ലപ്പ് ആക്കാനാ പറയുന്നത്. ഇവിടെ ക്ലൂ ഉണ്ട്. ഡൗൺ അക്രോസ് എന്ന് കണ്ടോ? ഡൗൺ എന്ന് പറഞ്ഞാൽ താഴോട്ട്, അക്രോസ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആണ്. ഓക്കെ, നേരെ എഴുതൂലേ? അതാണ് അക്രോസ്. ഡൗൺ താഴോട്ട്. ഓക്കെ, വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി. എന്താ? സ്കൂൾ. ഒന്നാമത്തത് സ്കൂളാണ്. എ ഡ്രസ് ഫോർ ഗേൾസ്. പെൺകുട്ടികളുടെ വസ്ത്രം. എന്താണ്? പെൺകുട്ടികൾക്ക് കുറേ വസ്ത്രങ്ങളുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്കേർട്ടാണ്. രണ്ടാമത്തത് സ്കേർട്ട്. മൂന്നാമത്തത് എ പേഴ്സൺ ഹൂ അണ്ടർസ്റ്റാൻഡ് യു വെൽ. മൂന്നാമത്തത് അത് ഫ്രണ്ടാണ്. ഓക്കെ. 5. ടച്ച്ഡ് ജെന്റ്ലി. അതെന്താ? പാറ്റഡ്. പഠിച്ചതാ. ഇനി അക്രോസ് കണ്ടോ? eager to learn or know something. Curious. Okay. 6. A swinging baby bed. അതെന്താണെന്നറിയോ? ക്രാഡിൽ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഒന്നാമത്തത് സ്കൂൾ എന്നാണ്, രണ്ടാമത്തത് സ്കേർട്ട്, മൂന്നാമത്തത് ഫ്രണ്ട്, നാലാമത്തത് ക്യൂരിയസ്, അഞ്ചാമത്തത് പാറ്റഡ്, 6 ക്രാഡിൽ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് കളർ കൊടുത്തെന്ന് മാത്രം. നിങ്ങൾ പെൻസിലിലോ പെന്നിലോ എഴുതിയാൽ മതി. ഇതിൻ്റെ ബാക്കി വരുന്ന ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ.